പ്ലേറ്റിലേക്ക് നോക്കി എന്തെടുക്കുക? അതെ അതെ, ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു. പൂക്കൾ ഇടുമ്പോഴെല്ലാം ഗൗരിയുടെ ശ്രദ്ധ ഗേറ്റിന്റെ അവിടേക്ക് മാറ്റാ. എങ്ങനെ പോയാ ഈ പൂക്കൾ മത്സരത്തിൽ നമ്മൾ തോറ്റത് തന്നെ ഗൗരി. ചിത്ര, ഗൗരി, ജഡ്ജസ് അതാ നടന്നു വരുന്നുണ്ട്. അവരിങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇതൊന്ന് തീർക്കാൻ എന്നെ സഹായിക്കണേ. ഗൗരി, നീ മനസ്സ് വെച്ചാലേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമുക്ക് തന്നെ ഫസ്റ്റ് മേടിക്കാൻ പറ്റൂ. നീ ചുമ്മാ അവിടെ നോക്കി നിൽക്കാതെ ഒന്ന് സഹായിക്ക് ശ്രുതി. ഞാൻ സഹായിക്കുന്നത് തന്നെയല്ലേ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൂവെല്ലാം ഞാൻ തന്നെയല്ലേ എടുത്തു തരുന്നേ. ചിത്ര, പറഞ്ഞു ഗൗരി, പെട്ടെന്ന് തീർക്ക്. ഞാൻ നോക്കുകയായിരുന്നു ചിത്ര. എനിക്ക് വേണ്ടി അവൻ വന്നില്ലെങ്കിലും ഓണാഘോഷമല്ലേ, അപ്പോ മുണ്ടൊക്കെ എടുത്ത് ഒന്ന് വരുന്നത് കാണാൻ ഒരാഗ്രഹം. ഗൗരി, അതിനൊക്കെ ഇനിയും സമയമുണ്ടടി. നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ ഈ പൂക്കളത്തിന്റെ ഡിസൈൻ മൊത്തം തെറ്റും. ഗൗരി, പണ്ട് അർജുൻ നിനക്ക് വരച്ചു തന്ന അതേ പൂക്കളമല്ലേ നമ്മൾ ഇവിടെ ഇടുന്നത്? അതെ, അത്രയും ആത്മബന്ധമുള്ള പൂക്കളമാ ഇത്, അല്ലേ ഗൗരി? അതെടി ശ്രുതി, ഈ പൂക്കളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര മറക്കാൻ ശ്രമിച്ചാലും അവന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ഒരു മങ്ങിയ ചിത്രമെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൂക്കളം കാണുമ്പോൾ അവൻ അത് തിരിച്ചറിയും. അതെനിക്ക് ഉറപ്പാ. ഗൗരി, ആ നീതവും കൂട്ടരും അർജുൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ ഒരുപാട് നോക്കുന്നുണ്ട്. പക്ഷേ അഞ്ജലി എന്തെങ്കിലും മഴ ഉണ്ടാക്കാതിരിക്കില്ല. ചിത്ര, അവൾ എത്ര തടഞ്ഞാലും ശരി, എന്റെ കണ്ണിലെ സ്നേഹം സത്യമാണെങ്കിൽ ഈ ഓണനാളിൽ എന്റെ അർജുൻ എന്റെ മുന്നിൽ എത്തിയിരിക്കും. വാ, നമുക്ക് ഈ പൂക്കളം അടിപൊളിയായി തീർക്കാം. ഓൾഡ് കാണാൻ നല്ല രസമുണ്ട്. ഓല് പിന്നാലെ കൂടിയാലോ? എന്താ നീ ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ നിങ്ങളെ പിന്നാലില്ല. നിങ്ങളെ പൂക്കൾ കാണാനേ ഒരു രസമില്ല. ഫസ്റ്റ് കിട്ടൂല. ഞാൻ ആ കുഞ്ഞാപ്പൂന്റെ ടീമിനെ ഞാൻ ചേരട്ടെ. എടി പൊട്ടാ, ഇനി അങ്ങനെ ടീം മാറി പോകാനൊന്നും പറ്റൂല. എനിക്ക് തോന്നുമ്പോ ടീം മാറാനേ ഇതൊന്ന് വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ ജയിച്ചിലെ ടീമിന്റെ ഒപ്പം നിൽക്കുള്ളൂ, തോൽക്കുന്ന ടീമിന്റെ ഒപ്പം നിൽക്കൂല. നോക്ക്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ? ഒരു കാരണവശാലും ചിന്നു അവൾ ജയിക്കരുത്. അതെ, ആ ഗൗരി ചേച്ചിയുടെ ചെവിയിൽ എല്ലാം അറിയും. പിന്നെ മേധ ചേച്ചിയെ നാണം കെടുത്തും ആ ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യൂല. മേധ ചേച്ചിയാവും അങ്ങനെയൊക്കെ ചെയ്യണത്. നോക്ക്, മേധ ചേച്ചി കുറ്റപ്പെടുത്തരുത്. കുറ്റമുണ്ടല്ലേ ഞാൻ പറയുന്നത്? മീനു, ഈ ചെക്കന്റെ സ്വഭാവം എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് നീ മിണ്ടാതിരി. ആ ചെക്കൻ അല്ലെങ്കിൽ നമ്മുടെ പൂക്കളെ മൊത്തം കൊളവാക്കും. പറ മീനു, ആ വിറ്റകളെ തോൽപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ടല്ലോ. എന്നാ പെട്ടെന്ന് പറ, എന്താ മാർഗം? അവരുടേത് നോക്കാൻ വേണ്ടി ടീച്ചർ വരാൻ സമയം ഞാനത് തട്ടിത്തൂത്ത് കളയും. അപ്പോ അവരുടെ പൂക്കള മെഡൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടേതാണെങ്കിൽ കഴിയും ചെയ്തു. അപ്പൊ ആര് ജയിക്കുക? നല്ല ഐഡിയ ആണത്. അങ്ങനെ വേണം, അല്ലാതെ തലക്കകത്ത് ഒന്നുമില്ലാതെ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ എന്ത് പറഞ്ഞിട്ട് നമ്മൾ തട്ടിക്കളയും? അവർ പറഞ്ഞു കൊടുക്കൂലേ ടീച്ചറോട്? അതിനൊക്കെയുള്ള വഴി ഈ മീനുവിന്റെ കയ്യിലുണ്ട് ചക്കി. പറ മീനു, എന്താ ഐഡിയ? വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പറ, എന്താ നിന്റെ തലമണ്ടയിൽ ഉദിച്ച ഐഡിയ? ഞാൻ പോട്ടെ? ഞാനല്ല, ഈ മീന് പോയിട്ട് അല്ലെങ്കിൽ ചക്കി പോയിട്ട് ആ തക്ക
പേടിക്കണ്ട. ഞാൻ അതിനൊരേറ്റ ഓട്ടം കൂടെ ഓടും. എന്നിട്ട് ഒരേറ്റ തട്ട. അപ്പു ഒരു അപ്പല്ല, ഒരു ചപ്പാത്തി ഇല്ല. അതല്ല പെണ്ണെ, അവള് ടീച്ചറോട് പറഞ്ഞു കൊടുക്കൂലേ അവളെ തള്ളിയിട്ടെന്ന്? അതിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ലെന്നേ. ഞാനില്ലട്ടോ, ഞാൻ നിങ്ങളെ അറിയില്ലെന്ന് പറയും. ഞാൻ ബുദ്ധിയൊക്കെ പറഞ്ഞു തന്നു. നിനക്ക് പണ്ട് ധൈര്യം ഇല്ലെന്ന് ഞങ്ങൾക്കറിയില്ലട പോട്ട. എന്ന ചക്കി, ടീച്ചർ ഇപ്പൊ വരും. എത്രയും പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കണം. ഞാനിതാ ഇപ്പൊ തന്നെ പോവുക. ആ തടിച്ച് പാറുനെ ആ പൂക്കളുടെ മേലേക്ക് തള്ളിയിട്ടേക്കാം ഞാൻ. അത് കൊള്ളാം. പക്ഷെ ഒരു കാര്യം. എന്താ? പെട്ടെന്ന് പറഞ്ഞേക്ക്. നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലേ കൂടുതൽ ഗിഫ്റ്റ് എനിക്ക് തരണം. അതെന്തിനാ? ഞാനല്ലേ കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പേടിയല്ലേ? ആ, നീ എന്തെങ്കിലും ചെയ്യേ. എനിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയിരുന്നില്ല. എനിക്ക് ആ ചിന്നു അവൾ തോൽക്കണം. എന്നാ നീ നോക്കിക്കോ, ഞാൻ ഇപ്പൊ തന്നെ റെഡി. ഞാൻ അവിടെ ബെഞ്ചിന് എവിടെയെങ്കിലും പോയി കടന്നുറങ്ങാം. പിന്നെ എന്റെ പേര് പറഞ്ഞേക്കരുത് ആരും. എടാ അപ്പു, അപ്പു. ഈ പൊട്ടൻ എന്തിനാ വെറുതെ ആൺകുട്ടിയെന്നും പറഞ്ഞ് നടക്കണേ? അതെ അതെ, ഒരു ധൈര്യമില്ലാത്തൊരു പീറ് ചെക്കൻ. എന്തായാലും അവന്റെ തലക്കകത്തെ നല്ല ബുദ്ധിയാ ബുദ്ധി. എന്നാലും ഓന്റെ മണ്ടിയിൽ എങ്ങനെ ഇത്രക്ക് നല്ല ബുദ്ധി ഉദിച്ചത്? അതിന് മീനു ഞാനും ആലോചിക്കുന്നതേ. നടക്ക്, ഈ മത്സരത്തിൽ ചിന്നു തോറ്റ് തുന്നം പാടണം. അവളെപ്പോഴേ തോറ്റ് തുന്നം പാടും മീനു.